ഇന്നത്തെ പുലരി അവസാനിക്കുന്നില്ല. നമ്മൾ ആഘോഷിക്കുകയാണ് സാൻ ഫെർണാണ്ടോയുടെ വരവോടുകൂടി നമ്മളതൊരു ആഘോഷമാക്കി മാറ്റി. നമ്മുടെ വികസനത്തിൻ്റെ ഏറ്റവും വലിയൊരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഏറ്റവും വലിയൊരു സാമ്പത്തിക ശക്തിയായി ഭാരതം വളരും എന്നെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ നമ്മൾ പറഞ്ഞതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് പദ്ധതികൾ ഇനിയും കാണാനിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാലും നമ്മൾ കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അഭിമാനകരമായ ഒരു ദിവസമാണ് ഇന്ന്. ടിൻറ്റു അവിടെ നിന്ന് തുടരുന്നുണ്ട്. ടിൻറ്റു, ഔദ്യോഗികമായ ചില പരിപാടികൾ കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് ഏതൊക്കെ പരിപാടികളാണ് ഇനി ഉണ്ടാകാനിരിക്കുന്നത്, എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ? ദേവിക, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സാൻ ഫെർണാണ്ടോ തീരത്ത് ബെർത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം മന്ത്രി VN വാസവൻ വന്നു. ഈ ഔദ്യോഗികമായിട്ടുള്ളത് ഫ്ലാഗ് ഓഫ് ചടങ്ങുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം മടങ്ങി. ഇനിയിപ്പോൾ ഉള്ളത് ചരക്കിറക്കുക എന്നൊരു കർത്തവ്യമാണ്, അല്ലെങ്കിൽ ചരക്കിറക്കുക എന്നൊരു ജോലിയാണ്. വളരെ കുറച്ച് സമയം കൊണ്ട് ഈ ചരക്ക് ഇറക്കി കഴിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ചരക്കുകൾ മുഴുവനായിട്ട് ഇറക്കുന്നുണ്ടോ എന്നൊരു കാര്യത്തിലും ഒരു ആശങ്കയുണ്ട്. കാരണം മുഴുവനായിട്ട് ഇറക്കുകയാണെങ്കിൽ അതിൻ്റെ ടൈം കാൽക്കുലേഷനാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു ചെറിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. നിലവിലിപ്പോൾ ചരക്കുകൾ ഇറക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. കപ്പൽ അവിടെ എത്തിയിട്ടുണ്ട്, എത്തി ബെർത്തിൽ ആങ്കർ ചെയ്ത് കിടപ്പുണ്ട് എന്ന് മാത്രമാണ് നിലവിൽ ഇപ്പോൾ പുറത്തുനിന്ന് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഒരുപക്ഷെ അടുത്ത മണിക്കൂറുകളിൽ തന്നെ ചരക്ക് ഇറക്കുന്ന അല്ലെങ്കിൽ ചരക്ക് ഷിഫ്റ്റ് ഷോർ ക്രെയിനുകൾ ഉപയോഗിച്ചുകൊണ്ട് തീരത്തേക്ക് ചരക്ക് ഇറക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെയാണ് മന്ത്രിതലത്തിലുള്ള ഉദ്ഘാടന ചടങ്ങുകളും അതോടൊപ്പം മറ്റ് ചടങ്ങുകളൊക്കെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നാളെ 12 മണിയോടുകൂടി ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം കപ്പൽ തിരികെ തീരം വിടും. കൊളംബിയ തീരത്തേക്ക് പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ 15 ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ ചൈനയിൽ നിന്നും കപ്പൽ പ്രയാണം ആരംഭിച്ചത്. നമുക്കറിയാം, ഈ മെസ്കിൻ്റെ തന്നെ, അതായത് ലോകത്തിലെ രണ്ടാമത്തെ ചരക്ക് കമ്പനിയായ ഡാനിഷ് കമ്പനിയായ മെസ്കിൻ്റെ രണ്ടാമത്തെ ചാർട്ടേഡ് ഷിപ്പാണ് ഈ സാൻ ഫെർണാണ്ടോ എന്ന മദർഷിപ്പ്. അപ്പോൾ അത് വളരെ കുറച്ച് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ കൂടുതൽ ഈ തീരത്തേക്ക് തുടരില്ല എന്നും നമുക്ക് നേരത്തെ തന്നെ അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ചരക്ക് ഇറക്കി ട്രയൽ നടത്തേണ്ടതായിട്ടുണ്ട്. നേരത്തെ ഐസൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ചരക്കുകളായിരിക്കാം കൂടുതൽ ഇതിൽ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇവിടെ നിന്നും ചരക്ക് മറ്റു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ മറ്റു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെറിയ ഷിപ്പുകളിൽ കയറ്റി മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഇറക്കേണ്ട ആവശ്യമുള്ള, അതായത് നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള യന്ത്ര സാമഗ്രികളും മറ്റുമായിരിക്കണം ചരക്കുകളായിട്ട് ഇവിടെ എത്തിച്ചതെന്ന് വേണം നിലവിലിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇവിടെ തുടർ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ നിന്ന് ഇറക്കിയതിനു ശേഷം കപ്പൽ തിരികെ മടങ്ങും. നിലവിലിപ്പോൾ ഇതിൽ 2000-ഓളം കണ്ടെയ്നറുകൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കണ്ടെയ്നറുകൾക്ക് അകത്ത് എത്ര കണ്ടെയ്നറുകൾ ചരക്ക് കയറ്റി വന്നതാണെന്നും ഒരു വ്യക്തത കുറവുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും വരുന്ന മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ വരുന്ന മണിക്കൂറുകളിൽ ഈ ചരക്കുകൾ തീരത്തേക്ക് ഇറക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് തന്നെ മനസ്സിലാക്കാൻ. ഞാൻ നേരത്തെ അവസാനിപ്പിച്ചതുപോലെ ബെർത്തിൻ്റെ നിർമ്മാണവും പുലിമുട്ടിൻ്റെ നിർമ്മാണവുമാണ് നിലവിലിപ്പോൾ പൂർത്തിയായിട്ടുള്ളത്. ഇനി ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്രോച്ച് റോഡുകൾ, അതോടൊപ്പം തന്നെ റെയിൽ ഗതാഗതം, അതോടൊപ്പം തന്നെ ഇനി തുടർന്നുള്ള ക്രെയിനുകൾ മറ്റും എത്തിക്കേണ്ടത്. ഇപ്പം ക്രെയിനുകളൊക്കെ വളരെ പരിമിതമാണുള്ളത്. ഈ ട്രെയിനുകളുടെയൊക്കെ എണ്ണങ്ങൾ കൂട്ടിയാൽ മാത്രമേ ഒരുപക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ക്രിയാത്മകമായിട്ട് അല്ലെങ്കിൽ വളരെ കാര്യക്ഷമമായിട്ട് തുറമുഖത്തിന് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ട്രെയിനുകളുടെ എണ്ണമൊക്കെ പരിമിതിയുണ്ട്. ആ പരിമിതിയൊക്കെ പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ അടുത്ത ഘട്ടത്തിൻ്റെ നിർമ്മാണത്തിൽ തന്നെ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കാം. 1-ാം ഘട്ട നിർമ്മാണമാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത്. 1-ാം ഘട്ട നിർമ്മാണം പൂർത്തിയാകുമ്പോൾ തന്നെ നമുക്ക് വിഴിഞ്ഞം തുറമുഖം ഓണ സമ്മാനമായിട്ട് കമ്മീഷൻ ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു 2 വർഷമൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും തുറമുഖത്തിൻ്റെ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ തുറമുഖത്തിൻ്റെ നിർമ്മാണവും എല്ലാം അതിവേഗം മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയേണ്ടി വരും. ഈ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു മീൻ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട്. നമുക്കറിയാം, നേരത്തെ പുതിയ സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അന്താരാഷ്ട്ര കപ്പൽച്ചാലിൽ മീൻ പിടിക്കുന്നതിനൊക്കെ വിലക്കുണ്ട്. കാരണം കപ്പൽ വരുന്നതിന് നിശ്ചിത കിലോമീറ്റർ അകലെ മറ്റ് ചെറിയ വള്ളങ്ങൾക്കോ അല്ലെങ്കിൽ ചെറു ബോട്ടുകൾക്കോ
ഒന്നും പോകാൻ പാടില്ല. അപ്പോൾ അതിലൊക്കെ ഉണ്ടായിരുന്നൊരു ആശങ്കയാണ് ഒരു പക്ഷേ ഈ സമരമൊക്കെ ആയിട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നോട്ട് പോകേണ്ടി വന്നത്. പക്ഷേ അത്തരത്തിലുള്ള സമരങ്ങളൊന്നും കാര്യമായി തന്നെ തുറമുഖത്തെ ബാധിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ആ ഒരു പ്രതിസന്ധിയും തുറമുഖം കടന്നു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തുറമുഖം ഇനി ഒരു 2, 3, 4 ഘട്ട പ്രവർത്തനങ്ങളുണ്ട്. അതിലിനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റോഡ് പ്രവർത്തനങ്ങൾ, റെയിൽവേ പ്രവർത്തനങ്ങൾ തുടങ്ങിയ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തുടരെ ഇത്തരത്തിലുള്ള കപ്പലുകൾക്ക് വരാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊറോണ സമയത്ത് സംസ്ഥാനത്തിന് ഇതര വരുമാനമായിട്ട് തുറമുഖത്ത് അല്ലെങ്കിൽ തുറമുഖത്തിന് വരുമാനം ഉണ്ടാക്കാൻ സാധിച്ചു എന്നത് തന്നെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വിഴിഞ്ഞത്ത് സാൻ ഫെർണാണ്ടോ അല്ലെങ്കിൽ വിഴിഞ്ഞത്ത് ഷെങ്ഹായും സാൻ ഫെർണാണ്ടോ ഒക്കെ വരുന്നതിന് മുന്നേറെയായി തന്നെ മറ്റു കപ്പലുകൾ വന്ന് അറ്റകുറ്റപ്പണികൾ നടത്തിപ്പോയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ മികച്ച നാവിഗേഷൻ സിസ്റ്റത്തിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് പറയേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ വിട്ടുപോകുന്നതാണ്. പറയേണ്ടതായിട്ടുള്ളതെന്ന് പറയുന്നത് ഇവിടുത്തെ വർക്ക്ഷോപ്പ് സിസ്റ്റമാണ്. അതായത് ഇവിടുത്തെ ഈ ഏറ്റവും പ്രധാനമായിട്ട് തന്നെ ഈ ഷെങ്ഹായ്ക്ക് ശേഷം അല്ലെങ്കിൽ ഷെങ്ഹോ വരുന്നതിന് മുമ്പ് 2 ഘട്ടങ്ങളിലായിട്ട് 2 ഉദ്ഘാടനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് പവർ സ്റ്റേഷനും ഒന്ന് ഇവിടുത്തെ വർക്ക്ഷോപ്പും. പവർ സ്റ്റേഷൻ എന്ന് പറയുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന് ആവശ്യമായിട്ടുള്ള വൈദ്യുതി ഇവിടെ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കാവുന്ന രീതിയിലാണ് ഇവിടുത്തെ ഒരു പവർ സ്റ്റേഷൻ നിർമ്മിച്ചിട്ടുള്ളത്. അത് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയാണ് ആ പവർ സ്റ്റേഷൻ നിർമ്മിച്ചിട്ടുള്ളത്. അതിൻ്റെ ദൃശ്യങ്ങളും ഒക്കെ നമുക്ക് പകർത്താൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വർക്ക്ഷോപ്പിൻ്റെ കാര്യം, വർക്ക്ഷോപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിഴിഞ്ഞത്ത് ഉള്ള അല്ലെങ്കിൽ വിഴിഞ്ഞത്തിൻ്റെ തുറമുഖവുമായി ബന്ധപ്പെട്ട സാധനങ്ങൾക്ക് മാത്രമല്ല, അല്ലെങ്കിൽ വിഴിഞ്ഞത്തുള്ള കപ്പലുകൾക്ക് മാത്രമല്ല, പുറത്തു നിന്ന് വരുന്ന എല്ലാ കപ്പലുകൾക്കും അതിൻ്റെ അറ്റകുറ്റപ്പണികൾ പരിഹരിക്കാവുന്ന തരത്തിലുള്ള, അതായത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വർക്ക്ഷോപ്പാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. വർക്ക്ഷോപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ വർക്ക്ഷോപ്പ് നമ്മൾ അകത്തൊന്ന് കയറി കാണേണ്ടത് തന്നെയാണ്. കാരണം എല്ലാ സജ്ജീകരണങ്ങളും ഉള്ള അവിടെ നമുക്ക് ഒരു സാധാരണക്കാരന് അതിനകത്തേക്ക് കയറി ചെല്ലുകയാണെങ്കിൽ എങ്ങനെയാണ് ഒരു കപ്പലിൻ്റെ പ്രവർത്തനങ്ങളെ ഈ വർക്ക്ഷോപ്പ് സ്വാധീനിക്കുന്നത് അല്ലെങ്കിൽ സഹായകരമാകുന്നത് അവർ വളരെ മനോഹരമായ രീതിയിൽ അത് വിശദീകരിച്ചു തരും. ഒരു കപ്പൽ വാർഫിലേക്ക് അടുക്കുന്ന സമയത്ത് ജർക്കിംഗ് നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കൂട്ടിമുട്ടുന്ന ആ ഒരു ജർക്കിംഗ് ഒക്കെ നടക്കുകയാണെങ്കിൽ അതൊക്കെ പരിഹരിക്കാനും, അങ്ങനെ സംഭവിച്ചു പോയാൽ അത് എത്രയും പെട്ടെന്ന് പരിഹരിച്ച് അതിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി തിരികെ പോകാനുള്ള സൗകര്യമൊക്കെ വർക്ക്ഷോപ്പിലൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ വർക്ക്ഷോപ്പ് സംവിധാനവും ഏറ്റവും മികച്ചതാണ്. അപ്പോൾ ഏറ്റവും മികച്ച രീതിയിലുള്ള നാവിഗേഷൻ സിസ്റ്റം, ഏറ്റവും മികച്ച രീതിയിലുള്ള പവർ യൂണിറ്റുകൾ, ഏറ്റവും മികച്ച രീതിയിലുള്ള വർക്ക്ഷോപ്പുകൾ, ഇതൊക്കെ തന്നെയാണ് വിഴിഞ്ഞം തുറമുഖത്തെ മറ്റുള്ള തുറമുഖങ്ങളെ ആകർഷിക്കുന്നത്. പിന്നീടെന്ന് പറയുന്നത് ഒരു 2-3 ഘട്ട നിർമ്മാണങ്ങൾ പൂർത്തിയാവുകയാണെങ്കിൽ ഇന്ധനം നിറയ്ക്കാനുള്ള സൗകര്യവും ഒരു പക്ഷേ വിഴിഞ്ഞം തുറമുഖത്തിന് സാധ്യമാകുമെന്ന രീതിയിലുള്ളൊരു വിവരവും കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. മറ്റു തുറമുഖങ്ങളെയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ അന്താരാഷ്ട്ര കപ്പൽ ചാനൽ ഈസ്റ്റ് വെസ്റ്റ്, അതായത് ഈ ചൈനയിൽ നിന്നും യൂറോപ്പിലേക്കുള്ള കപ്പൽ ചാലിൻ്റെ ഒരു മാപ്പ് എടുക്കുകയാണെങ്കിൽ പ്രധാനമായും 3 തുറമുഖങ്ങളാണുള്ളത്. ഇപ്പോൾ വിഴിഞ്ഞം കൂടി വന്നപ്പോൾ പ്രധാനമായും 3 തുറമുഖങ്ങൾ, സിംഗപ്പൂർ, കൊളംബോ, അതുപോലെ തന്നെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. അപ്പോൾ ഈ 3 തുറമുഖങ്ങളിൽ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് അക്ഷരാർത്ഥത്തിൽ കണ്ണും കൂട്ടിക്കൊണ്ട് തന്നെ പറയാം വിഴിഞ്ഞം തുറമുഖമാണ് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് വരാൻ പോകുന്നതെന്ന് പറയാൻ പറ്റും. ഈ വിഴിഞ്ഞത്തെ ചുറ്റിപ്പറ്റിക്കൊണ്ടൊരു വലിയൊരു വികസന നഗരം തന്നെ രൂപപ്പെടാൻ പോവുകയാണെന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. എന്തായാലും ഒരുപക്ഷെ ഈ ക്രെയിനിൻ്റെ സൗകര്യങ്ങൾ കൂടി കൂട്ടുകയാണെങ്കിൽ കൂടുതൽ കപ്പലുകളൊക്കെ എത്തും. ബെർത്തിൻ്റെ നീളം കൂട്ടണം. അപ്പോൾ അത്തരത്തിലുള്ള സാങ്കേതികപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂട്ടേണ്ടത്. അപ്പോൾ സാങ്കേതികപരമായിട്ട് ഒരു പടി മുന്നിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അത് അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ചുകൂടി, അല്ലെങ്കിൽ ഭാരതത്തിന് സാമ്പത്തിക വളർച്ചയിലും അതുപോലെ തന്നെ ഭാരതത്തിന് മറ്റുള്ളവരുടെ മുന്നിൽ അഭിമാനകരമായിട്ട് തന്നെ വിഴിഞ്ഞം തുറമുഖത്തെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. INYY1 എന്ന് പറയുന്ന തുറമുഖം ലോക ഭൂപടത്തിൽ അത്രയും നമുക്ക് അഭിമാനത്തോടു കൂടി നമുക്ക് എടുത്തു കാട്ടാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. അതാണ് നമുക്ക് ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനമായും പങ്കുവെക്കാനുള്ളത്. ഒരുപക്ഷെ വിഴിഞ്ഞം തുറമുഖം ഈ അടുത്ത ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇതിനേക്കാളും പ്രധാനമായിട്ടുള്ള വിവരങ്ങൾ പങ്കുവെക്കാൻ കഴിയുമെന്ന് തന്നെയുള്ള ആത്മവിശ്വാസം നമുക്ക് ഇപ്പോൾ പങ്കുവെക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും നിലവിലിപ്പോൾ കണ്ടെയ്നറുകൾ ഇറക്കുന്ന പ്രവർത്തനങ്ങളാണ് നടക്കേണ്ടത്. കണ്ടെയ്നറുകൾ ഇറക്കുന്ന പ്രവർത്തനങ്ങൾ അല്പസമയത്തിനകം തന്നെ അല്ലെങ്കിൽ അടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദേവിക.